ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ KCB അവരുടേതായിട്ടുള്ള കണക്കുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ചില ജില്ലകളിൽ, പ്രത്യേകിച്ച് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. മരണം സംഖ്യ പോലും കൂടുന്ന സാഹചര്യം. എങ്ങനെയാണ് നിലവിലുള്ള അവസ്ഥ? കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ്? മറ്റു വിശദാംശങ്ങൾ കൂടി. ഈ പാലക്കാട് ജില്ലയിൽ ചൂട് ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഈ ചൂട് രേഖപ്പെടുത്തുന്നത് ചൂടിന്റെ അളവിൽ ഒരു കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അന്തരീക്ഷ താപത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അന്തരീക്ഷ താപം ഉയർന്നു തന്നെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ ഉഷ്ണത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണക്കാരെ ഇപ്പോഴും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ചെറിയ ഇളവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കുക, ഒപ്പം തന്നെ കൃത്യമായ ഇടവേളകളിൽ വിശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു മാറ്റവും വരുത്തരുത് എന്നുള്ളതും ജില്ലാ ഭരണകൂടം ഇപ്പോഴും ആളുകൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇവിടെ പാലക്കാട് ജില്ലയിൽ വൈദ്യുതി നിയന്ത്രണത്തിനും സാധ്യതയുണ്ട് എന്നുള്ളതും KCB ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് പാലക്കാട് ട്രാൻസ്മിഷന് കീഴിലുള്ള 15 സബ്സ്റ്റേഷനുകളിലായിരിക്കും ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ KCB അറിയിച്ചിരിക്കുന്നത്. പക്ഷേ സ്വയം നിയന്ത്രിക്കുകയാണെങ്കിൽ അത്തരത്തിൽ KCBയുടെ നേതൃത്വത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്നും KCB ചൂണ്ടിക്കാട്ടുന്നു. അമിതമായ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് സാധാരണക്കാർക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയുക. ഇപ്പോൾ മന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോൾ മന്ത്രിയും ഈ കാര്യം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്നലെ സംസ്ഥാനത്ത് ഏതാണ്ട് 214 മെഗാവാട്ടിന്റെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അത് അനാവശ്യമായ വൈദ്യുതി ഉപയോഗം കുറച്ചതിന് മന്ത്രി നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ഈ വഴിയോരങ്ങളിൽ അനാവശ്യമായ വഴിവിളക്കുകൾ കത്തിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് അതും നിയന്ത്രിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുമെന്നും മന്ത്രി ഏതായാലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിലവിൽ വേനൽ മഴ പാലക്കാട് ജില്ലയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ ജില്ലയിൽ ഈ ഒരു ചൂടിന് കുറവുണ്ടാവൂ എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. പകരം ചാറ്റൽ മഴയാണെങ്കിൽ അന്തരീക്ഷ താപം വീണ്ടും വർദ്ധിക്കുകയും അങ്ങനെ ചൂട് കൂടുകയാണ് ചെയ്യുക എന്നുള്ളതാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്.